ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്നലെ രാത്രി നല്ല രീതിയിൽ ഇവിടെ സ്നോ പെയ്തായിരുന്നേ. ഞാൻ കാണിച്ചു തരാവേ നിങ്ങളാ. ഇത് കണ്ടോ, ഫുള്ള് സ്നോ മൂടി കിടക്കുകയാണ്. നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. ഇതുവരെ പെയ്തതിൽ ഏറ്റവും കൂടുതൽ സ്നോ വീണത് ഇന്നലെയാണേ. സ്കൂളിലൊക്കെ പോകുന്ന കുട്ടികളാണ്. ഇവിടെ രാവിലെ 8 മണിക്കാണ് സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. കുറച്ചേരം കഴിഞ്ഞിട്ട് ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റിലൊന്ന് പോകുന്നുണ്ട് കേട്ടോ, സാധനമൊക്കെ വാങ്ങിക്കാനായിട്ട്. അപ്പൊ നിങ്ങളെ ഞാൻ പുറത്തൊക്കെ ഒന്ന് കാണിച്ചു തരാവേ. കണ്ടോ, ഇത് സ്കൂളിൽ പോണ കുട്ടികളാണേ. ഇവിടുത്തെ സ്നോയൊക്കെ നടക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ താഴത്തുള്ളവരും നമ്മളും കൂടി കുറച്ചൊക്കെ ഇങ്ങനെ നീക്കിയിട്ടുണ്ടേ. അല്ലെങ്കിൽ പാടായിരിക്കും നടക്കാനായിട്ട്. ഫുള്ള് ഷൂ ഒക്കെ വെള്ളമാണല്ലേ. നല്ല രസമുണ്ട് കേട്ടോ, ഞാൻ കാണിച്ചു തരാം. എന്റെ ഷൂ ഇത്രയും കേട്ടോ, എന്താണെന്ന് വീഡിയോ അത്രയും താഴ്ന്ന രീതിയിലാണ് കേട്ടോ സ്നോ വീണാക്കുന്നത്. കണ്ടോ, ഭയങ്കര കട്ടിയുണ്ട്. വാവ്, സൂപ്പർ. കണ്ടോ, കുട്ടികളെയൊക്കെ കിൻഡർ ഗാർഡനിൽ രാവിലെ കൊണ്ടുപോവാണ് അവര്. നടന്നു പോകാനായിട്ട് പാടായതുകൊണ്ട് ഇങ്ങനത്തെ ഇതിൻ്റെ അകത്ത് കൊണ്ടുപോകണേ. നമുക്ക് ഇതിലെവിടെ തന്നെ ഒന്ന് പോകാം. എനിക്ക് താഴെയുള്ള ഒരു സൂപ്പർ മാർക്കറ്റിലാണ് പോകേണ്ടത്. അപ്പം നമുക്കന്ന് ഇതുവഴിയല്ലേ നിങ്ങളന്ന് സ്നോ കാണിച്ച, ഇതുവഴി തന്നെ നമുക്കൊന്ന് പോയി നോക്കാതെ. ദിവസം കേട്ടോ, ഇത് എന്താ ഇത് സ്വർഗ്ഗം. ഇതിങ്ങനെ ഉണ്ടാക്കുന്നത് കുറേ വീഡിയോസിൽ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ ഉണ്ടാക്കിയിട്ടത് ശരിയാകുന്നില്ല. ഇന്ന് വർക്കിംഗ് ഡേ ആയതുകൊണ്ട് മോക്കിന്ന് കിൻഡർ ഗാർഡൻ ഉണ്ട്. മോള് കിൻഡർ ഗാർഡനിലേക്കും പോയി. ഇക്കാക്കിന്ന് ജോലിയും ഉണ്ട്. അല്ലായിരുന്നെങ്കിൽ എനിക്ക് രണ്ടുപേരുമായിട്ട് ഇങ്ങോട്ട് വരായിരുന്നു. അപ്പോൾ ഇക്കയാണ് ഇന്ന് മോളെ രാവിലെ ആക്കാനായിട്ട് പോയത്. ഞാനിപ്പം വീഡിയോ എടുക്കേണ്ടതുകൊണ്ട് ഞാൻ ഇങ്ങോട്ടും വന്നേ. ഇപ്പോഴത്തെ ഫുട്ബോൾ ഗ്രൗണ്ടാണ്. അപ്പുറത്ത് കാണുന്നത് പാർക്കുമാണ്, കുട്ടികളുടെ പാർക്കാണ് കേട്ടോ ഈ കാണുന്നത്. ഓ, മരത്തിലൊക്കെ കണ്ട അടിപൊളി. കൊറേ ഇങ്ങനെ വീഡിയോ കേട്ടോ സ്നോ, അടിപൊളി. ട്രീ ഒക്കെ നോക്കിക്കാൻ നല്ല രസമുണ്ട്. മരത്തിൽ നിന്നൊക്കെ ഇങ്ങനെ വീണോണ്ടിരിക്കണേയാണ് സ്നോ താഴത്തേക്ക്. കണ്ടോ, നല്ല കാറ്റ് വീശുന്നുണ്ട്. അണ്ണനൊക്കെ ചാടി ചാടി കൊണ്ടൊക്കെ വീഴുന്ന കണ്ടത്. വാവ്, സൂപ്പർ. മരങ്ങളൊക്കെ നല്ല രസമുണ്ട് കാണാനായിട്ട്. കുറേ സ്നോ ഉണ്ട് കേട്ടോ ഇന്നലെ പെയ്തത്. അടിപൊളി. ഇരിക്കുന്ന ബെഞ്ചൊക്കെ നോക്കിയാൽ ഫുള്ള് സ്നോ നടക്കുകയാണ്. അപ്പുറത്തെ സൈഡിൽ കൂടെയാണ് കേട്ടോ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നടന്ന് കാണിച്ചത്. ഇത് നോക്കട്ടെ. എങ്ങനെയാണ് പൊക്കുന്നതെന്ന് എനിക്കറിയില്ല കേട്ടോ. ഇവിടെ സർക്കിൾ വരച്ചിട്ടൊന്ന് പൊക്കി നോക്കാട്ടോ. അത് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, കാണുന്നതൊക്കെ സമ്മർ ഹൗസ് ആണ്. കണ്ടോ, ഈ കാണുന്നതെല്ലാം സമ്മർ ഹൗസ് ആണ്. നല്ല പാടാണ് കേട്ടോ ഇതുവഴി നടക്കാനായിട്ട്.
ഈ ടൈമിൽ കിളികൾക്കൊന്നും ഫുഡ് കിട്ടത്തില്ല കേട്ടോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് അതിനൊക്കെയുള്ള ഫുഡ് വാങ്ങിച്ചിട്ട് നമ്മൾ ഗാർഡനിലോ അല്ലെങ്കിൽ നമ്മുടെ ബാൽക്കണിയിലോ ആയിട്ട് നമ്മൾ ഹാങ് ചെയ്തിട്ട് കൊടുക്കുവേ. സമ്മർ ഹൗസിനെ കുറിച്ചുള്ള വീഡിയോ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ അത് പോയി കാണണം. അതിനകത്തെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. രാവിലെ ഡോഗൊക്കെ ആയിട്ട് നടക്കാൻ ഇറങ്ങുന്നവരാണ്. ഇത് ആ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിരുന്ന കൃഷി ചെയ്യുന്ന സ്ഥലമാണ്. കണ്ടോ, നമ്മൾ നടക്കുന്ന സ്ഥലവും ഈ ഒരു കൃഷി ചെയ്യുന്ന സ്ഥലവും ഒരേ ലെവലിൽ കിടക്കുന്നു. കുറെ പേരുണ്ട് കേട്ടോ ഡോഗുമായിട്ട് നടക്കാനായിട്ട്. കഴിഞ്ഞ പ്രാവശ്യം നടന്നു വന്നത് ആ ഒരു വഴിയാണ്, ഓപ്പോസിറ്റ് സൈഡിൽ കൂടെയാണ് വന്നത്. കണ്ടോ, നല്ല രസമുണ്ട്. ഇതൊക്കെ സമ്മർ ഹൗസ് ആണേ. കണ്ടോ, ഈ കാണുന്നത് സ്കൂളാണേ. ഇത് ഇവിടുത്തെ സ്കൂളുകളാണ് കാണുന്നത്. അപ്പൊ ഈ ഒരു ബിൽഡിങ്ങിൽ തന്നെയായിരുന്നു എൻ്റെ ജർമ്മൻ A1 ഞാൻ പഠിച്ചത് ഇവിടെ തന്നെയായിരുന്നേ. ഈ കാണുന്നതെല്ലാം സ്കൂളാണ്. കണ്ടോ, എല്ലാരും അവിടെ ഇവിടെ നിന്നൊക്കെ ഫോട്ടോ എടുക്കുവാണേ. അവിടെ ഒരു ഇഗ്ലൂ പോലത്തെ ഒരു വീട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമുക്കൊന്ന് പോയി ജസ്റ്റ് നോക്കാവേ. മഞ്ഞ് കുറെ കൂട്ടിയിട്ടിട്ടുണ്ട് അവിടെ. കിടന്നത് ഒരു പോണ്ടാണ്, അതൊക്കെ ഫുള്ള് ഫ്രീസായിട്ട് കിടക്കുവാണ്. ഇഗ്ലൂ പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടാ. കിളികൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഫുഡ് വാങ്ങിച്ചോടെ വെക്കുമെന്ന്. കാരണം കിളികൾക്ക് വേറെ രീതിയിൽ ഫുഡൊന്നും കിട്ടാൻ വഴിയില്ല. കണ്ടോ, ആളുകൾ ഇങ്ങനെ ഫുഡ് വാങ്ങിച്ചിട്ട് വെച്ചു കൊടുക്കുകയോ ഹാങ് ചെയ്തിട്ട് കൊടുക്കും മരത്തിലൊക്കെ. കണ്ടോ, അപ്പൊ അതുങ്ങൾ അതിൻ്റെ അകത്ത് വന്നിരുന്ന് കഴിക്കും. ഇതിപ്പോൾ ഇവിടെയൊക്കെ ഫുള്ള് ക്ലീൻ ആക്കി ഇട്ടിട്ടുണ്ട്. കാരണം ഇവിടെ സ്കൂളുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് വരുന്ന നടന്നു പോകാൻ വേണ്ടിയിട്ടാണ്. ഒരു പോർഷൻ ഫുള്ള് നടന്ന് ഫുള്ള് ചെളിയായിട്ടുണ്ട് കേട്ടോ. വണ്ടിയൊക്കെ കയറിയും നടന്നും ഒക്കെ ഫുള്ള് ചെളിയായതാണ് ഇത്. ഞങ്ങളുടെ വീടപ്പം ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഏറ്റവും മുകളിലായിട്ടാണ്. ഒന്നില്ലെങ്കിൽ നമുക്ക് മുകളിൽ നിന്ന് താഴത്തോട്ട് ഇറങ്ങി വരാം, ഇല്ലെങ്കിൽ ഞാനിപ്പം വന്ന റൂട്ട് വഴി കറങ്ങി വരാവേ. അപ്പം നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ കറങ്ങി വന്നത്. എനിക്ക് പോകേണ്ടതപ്പം അവിടുത്തെ സൂപ്പർ മാർക്കറ്റിലേക്കുമാണ്. ഇതിവിടുത്തെ റോഡാണ് കേട്ടോ. ഇത് കണ്ടോ, ഫുള്ള് ട്രെയിനും അതേപോലെ തന്നെ വണ്ടിയൊക്കെ പോയി അതിന്റെ കളറൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ. ഫുള്ള് ബ്ലാക്ക് ആയിട്ടുണ്ട്. ഒക്കെ അവിടെ സ്നോയൊക്കെ കോരിക്കളയുവാണ്. ഇത് ട്രെയിൻ വരുന്നുണ്ട് കണ്ടോ. ഇതിനിവിടുത്തെ ഊബാൻ എന്നാണ് പറയുന്നത്. ഇവിടെ ബേക്കറികളിൽ മാത്രമല്ല കേട്ടോ, ഇതേപോലെയുള്ള സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ നമുക്ക് കുറെ ടൈപ്പ് ബ്രെഡ് വാങ്ങിക്കാൻ കിട്ടുവേ. ഇതെല്ലാം ബ്രെഡിന്റെ സെക്ഷനാണ്. ഗോതമ്പും അല്ലാതെ മൈദ അതിൻ്റെയൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ കിട്ടും വാങ്ങിക്കാനായിട്ട്. കണ്ടോ, പിന്നെ അത്യാവശ്യം വേണ്ട ചെടികളും ഒക്കെ ഈ കടയിലുണ്ട്. ഇതൊക്കെ പിസ്സയുടെ സെക്ഷനാണ്. ഫ്രോസൺ പിസ്സകളാണ് കാണുന്നത്. ഓവനിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇവർ പറയുന്ന ആ ഒരു ടൈമില് ചൂടാക്കി എടുത്താൽ മതി. ഈ കാണുന്നത് ഒലിവാണ്. ഒലിവിന്റെ അകത്ത് ചീസ് വെച്ചിട്ടുള്ള സാധനമാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ആണ്. കാണുന്നതെല്ലാം ഉപ്പിലിട്ട സാധനങ്ങളാണ്. ബീൻസ്, കുക്കുംബർ, ക്യാരറ്റ്. കണ്ടോ, ചെറിയ കോണുണ്ട്. മുളക്, പിന്നെ ഇത് മിക്സഡ് മുളകാണ്. ഈ കാണുന്നത് പാൻകേക്ക് ആണ്. ഇത് നമ്മുടെ ബട്ടർ ചിക്കനും റൈസും ആണ്.
ഞാൻ ഒരു വട്ടം വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇത് ഗാർലിക് ബ്രെഡാണ്. ഇത് ക്രൗട്ടർ ആഡ് ചെയ്തിട്ടുള്ള ബ്രെഡാണെന്ന് തോന്നുന്നത്. ഇത് ഗാർലിക് ബ്രെഡാണ്. അപ്പൊ ഇതൊന്നും നമുക്ക് വാങ്ങിക്കാതെ ഇതുണ്ടാക്കുന്ന കാണിച്ചാൽ ഇതിൽ ഇടക്കിടക്ക് ഇങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വരുകയും നല്ല പാനും കണ്ടോ, പിന്നും പാനും ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ വരും കേട്ടോ. അത്യാവശ്യം നല്ല ക്വാളിറ്റി ആയിരിക്കും. ഈ ഒരു ഇവിടെ നിന്നും അതുപോലെ തന്നെ ലിഡിൽ എന്ന് പറയുന്ന കടയുണ്ട്. ലിഡില്, അൽഡി, അവിടെ നിന്നൊക്കെ വാങ്ങിക്കുന്ന സാധനങ്ങൾക്കൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ടാവുക. ഇവിടെ വന്നാൽ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള സാധനമാണ് കേട്ടോ ഈ ഒരു വൈറ്റമിൻ ഡി. കണ്ടോ, ഇവിടെ സൂര്യപ്രകാശം ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് വൈറ്റമിൻ ഡി അങ്ങനെ കിട്ടത്തില്ല. അപ്പോൾ ഇവിടെ വരുന്നവർ ഉറപ്പായിട്ടും ഇങ്ങനെയുള്ള ഗുളികകളൊക്കെ വാങ്ങിച്ച് കഴിക്കണേ. വൈറ്റമിൻ ഡി, പിന്നെ ഇതൊക്കെ നമ്മൾ വെള്ളത്തിലിട്ട് കുടിക്കുന്നതാണ്. മഗ്നീഷ്യം കണ്ടോ, ഉറക്കമൊക്കെ കുറവാണെങ്കിൽ മഗ്നീഷ്യം കഴിക്കുന്നത് നല്ലതാണ് വെള്ളത്തിലിട്ട്. അങ്ങനെ മിക്ക മരുന്നുകളും ഇവിടെ കിട്ടും. അല്ലെങ്കിൽ DM എന്ന് പറയുന്നൊരു കടയുണ്ട്, അവിടെയാണെങ്കിലും കിട്ടും. ഇത് പപ്രിക്കയാണ് കേട്ടോ. അല്ല, മുളക് പൊടിയാണ്. മുളക് പൊടി, ഇത് നന്നായിട്ട് എരിവുള്ള പൊടി. ഇതങ്ങനെയുള്ള മസാല ഐറ്റംസ് ഒക്കെയാണ് കേട്ടോ ഈ ഒരു സെക്ഷനിൽ. ഇതുണ്ടോ, ഇത് നമ്മുടെ കുരുമുളകാണ്. ഇത് കുരുമുളക്. ഇത് ചെറിയ ജീരകമാണ്. അതൊക്കെ ഈ ഒരു കടയിൽ കിട്ടും, പക്ഷെ കുറച്ചേ കാണത്തുള്ളൂ കേട്ടോ. വീഴുമ്പോൾ കാണാനായിട്ട് നല്ല രസമാണ്. അത് കഴിഞ്ഞ് വണ്ടിയൊക്കെ പോയി പിന്നെ എല്ലാവരും നടന്നു കഴിയുമ്പോൾ ഇതായിരിക്കും കേട്ടോ അവസ്ഥ. ഫുള്ള് ചെളിയാകുക നടക്കുന്ന ദിവസമെല്ലാം. ഇപ്പൊ സ്നോ കുറച്ചും കൂടി എല്ലാവരും നടന്ന് നല്ല കട്ടിയായിട്ടുണ്ട് കേട്ടോ. ഇവിടെ നമ്മൾ ഗ്രിപ്പില്ലാത്ത ഷേപ്പ് നടന്നാൽ ഉറപ്പായിട്ടും തെന്നി വീഴുക. ഞാനിപ്പോൾ അടുത്ത സൂപ്പർ മാർക്കറ്റിലേക്ക് വന്നതാണ്. ഫസ്റ്റ് പോയ സൂപ്പർ മാർക്കറ്റിൻ്റെ പേര് നെറ്റോ എന്നാണ്. ഇതിൻ്റെ പേര് റവേ എന്നാണ്. ഇത് മറ്റേതിനെക്കാട്ടിലും കുറച്ചും കൂടി വലുതാണ്. അപ്പോൾ എനിക്ക് അവിടെ നിന്ന് തൈരും തേങ്ങയുടെ പൊടിയും കിട്ടിയില്ല. അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്നത്. ഈ ഒരു സെക്ഷനിൽ നിന്നാണ് കേട്ടോ, ഈ ഒരു കേക്ക് ഉണ്ടാക്കുന്ന സെക്ഷനിൽ നിന്നാണ് ഈ ഒരു തേങ്ങയുടെ പൊടി എടുക്കുന്നത്. കണ്ടോ, ഈ ഒരു തേങ്ങാപ്പൊടിയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഫുഡ് ഉണ്ടാക്കാനായിട്ട്. ഇടയ്ക്ക് നമ്മൾ ഇന്ത്യൻ സ്റ്റോറിൽ നിന്ന് വാങ്ങിക്കും, ഇന്ത്യൻ സ്റ്റോറിൽ നിന്ന് വാങ്ങിക്കും. അല്ലെങ്കിൽ ഇടയ്ക്ക് ഈ ഒരു പൊടി വെച്ചാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. തൈരും കൂടിയാണ് കേട്ടോ വേണ്ടത്. ഞാനിപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് സാധനമൊക്കെ വാങ്ങിച്ചിറങ്ങിയപ്പോഴേക്കും അജായിക്ക വരുന്നുണ്ടായിരുന്നു കേട്ടോ. മോളെ കിൻഡർ ഗാർഡനിലാക്കിയിട്ട് ഇറങ്ങിയായിരുന്നേ. അപ്പം ഞങ്ങൾ ഈ ഒരു കൃഷി ചെയ്യുന്ന സ്ഥലത്തേക്ക് പോവുകയാണ്. അവിടെ നിന്ന് ഫോട്ടോ എടുക്കാനായിട്ട് നല്ല രസമാണ് കേട്ടോ. അപ്പം നമുക്ക് അങ്ങോട്ട് പോവാം. ഇതേ ആ കാണുന്നത് സ്കൂളാണ്. ഞാൻ നേരത്തെ കാണിച്ചു തന്ന സ്കൂൾ തന്നെയാണ് അത്. ഇപ്പോൾ അവർക്ക് ബ്രേക്കാണ്. അപ്പോൾ കുട്ടികളെല്ലാം സ്നോബോൾ ഉണ്ടാക്കി കളിക്കുവാണേ. ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ സ്നോബോളൊക്കെ ഉണ്ടാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും എറിഞ്ഞ് കളിച്ചു. അപ്പോൾ ഇക്കാക്ക് മീറ്റിംഗ് തുടങ്ങാനായിട്ട് സമയമായേ. അപ്പോൾ അജായിക്ക് അങ്ങോട്ട് പോകുവാണ്. ഞാനപ്പം കുറച്ചും കൂടി വീഡിയോ എടുക്കാനായിട്ട് ഇവിടെ നിന്നതാണേ. ഇപ്പം തിരിച്ച് വീട്ടിലേക്ക് നടക്കുവാണേ. അപ്പൊ ഈ ഒരു കാര്യം എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പൊ പുതിയ വീഡിയോ കാണുന്നവരെല്ലാവരും ടേക്ക് കെയർ. ബൈ.